ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റഡി ടേബിൾ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാൻ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് ഭാഗത്തൊക്കെ സ്റ്റിക്കർ വലിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാൻ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ ഒരുപാട് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വർഷമായിട്ടുള്ളൂ ഇത് വാങ്ങിയിട്ട്. അപ്പോഴേക്കും അതിൻ്റെ ക്ലോക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ പെൻ വെക്കുന്ന സംഭവമൊക്കെ കാട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മൊത്തം അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തതിന് ശേഷം ഓരോരോ ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 118 രൂപയ്ക്ക് 2 വാൾ സ്റ്റിക്കറാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കളറാണ് വാങ്ങിയിരിക്കുന്നത്. അതും ഒരു ഗോൾഡൻ വര പോലെ വരുന്നതാണ് വാങ്ങിയത്. പക്ഷേ അത് ഒരു പാമ്പിൻ്റെ ഒരു തൊലി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ശരിക്കും അത് അടുത്ത് കാണുമ്പോൾ കുഴപ്പമില്ല. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട്. അതിന് മുമ്പ് കുറച്ച് തൃപ്തി കുറവുണ്ടായിരുന്നു. പിന്നെ തീരെ കട്ടിയില്ല. ഒരുപാട് കട്ടിയുണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കീറിപ്പോരും. അപ്പോൾ ആദ്യം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഓരോരോ ഭാഗങ്ങളായിട്ട് അളവെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കേണ്ട. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ചെടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പതുക്കെ മാത്രം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പപ്പണി പലതും ചെയ്ത് നോക്കി. പക്ഷേ എളുപ്പപ്പണി ചെയ്യുമ്പോൾ അതിന് ഇരട്ടിയായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് സൈഡിൽ ഒട്ടിക്കേണ്ട ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാനത് മാറ്റിയിട്ടാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിലും ഒരുപാട് വരച്ചിട്ട പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും കവർ ചെയ്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെയല്ലേ വെച്ചിരിക്കണേന്ന് നോക്കാം. അതിന് ശേഷം മാത്രം അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ഭാഗം പറിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചില ഭാഗത്ത് കൂടുതലായിട്ട് പറിച്ചെടുത്ത് എന്നിട്ട് അത് കുറേ അങ്ങോട്ട് ഒട്ടിപ്പോയി. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. നന്നായിട്ട് ഒന്ന് വലിച്ച് നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതാ ഇതുപോലെ വന്നപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത്. ഈ ഒരു തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയി, കറക്റ്റ് ആവാത്ത രീതിയിൽ. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ വന്നതാണ്. ഇനി ആ ഒരു ഭാഗം മറക്കുകയും വേണം. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ഗോൾഡൻ കളർ ടേപ്പ് മേടിച്ചിട്ട് ഒട്ടിക്കാമെന്നാണ് കരുതിയത് കേട്ടോ. പക്ഷെ അത്രയും വീതിയിലുള്ളത് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം തന്നെ സൈഡിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ബാക്ക് സൈഡിലും ഫ്രണ്ട് ഭാഗത്തും ഒട്ടിച്ചതിന് ശേഷം സൈഡിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പീസ് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ വന്നപ്പോൾ ബാക്കിലത്തെ പീസ് കറക്റ്റ് അതേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച്. അതിനുശേഷം കുറച്ച് കൂടുതലായിട്ട് സൈഡിലൊക്കെ നിൽക്കുന്ന രീതിയിൽ ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തിട്ട് ചുറ്റിനും കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തപ്പോൾ അതിൻ്റെ മൂലഭാഗമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടി. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒട്ടിച്ചെടുത്തിട്ടോ. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ അധികം ചുളിവ് വരാണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുളിവൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ സ്ക്രൂ മുറുക്കണ ഭാഗം വരുന്ന സ്ഥലത്ത് ഹോളുകളുണ്ട്. അത് അപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് മറന്നു പോകും. നമുക്ക് കൺഫ്യൂഷൻ ആവും ലാസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അഴിച്ചെടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അധികം ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് സ്റ്റിക്കർ പൊളിച്ചിട്ട് ഒറ്റ ഇതിൽ ഒട്ടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. അത് മൊത്തം ഒട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് നശിച്ചു പോവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അത് നശിച്ചു പോയി 2 തവണ അങ്ങനെ ആക്കിയിട്ട്. പിന്നെ അതിൻ്റെ മൂലഭാഗം വരണോടത്തൊക്കെ വേറൊരു കഷ്ണം പീസ് ഒന്നും കൂടി വെട്ടിയെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഒന്നും കൂടി കവർ ചെയ്ത് ഒട്ടിച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ചെയ്തത്. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ പീസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ടേബിളും ചെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ക്ലോക്ക് വെക്കേണ്ടടുത്ത് ക്ലോക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ക്ലോക്കിൽ സൂചിയൊന്നുമില്ല, വെറുതെ അതൊരു ഭംഗിക്ക് അവിടെ വെക്കാമെന്നുള്ളൂ. ടേബിളിൻ്റെ അടിഭാഗത്ത് സ്ക്രൂ ഊരാൻ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് അത് നേരിട്ട് ഒട്ടിച്ച്. അപ്പോൾ കുറച്ച് ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും അത് കാണില്ല കേട്ടോ. ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുണ്ട് നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കാണാൻ? കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ട എല്ലാവർക്കും താങ്ക് യു.